ഇടുക്കി പൂപ്പാറ മുള്ളൻതണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ സംഭവത്തിൽ റവന്യൂ വകുപ്പ് ശക്തമായ നടപടികളിലേക്ക്. സ്ഥലത്ത് പരിശോധന നടത്തിയ അധികൃതർ 2 പേർക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം ഭൂമി ഒഴിയണമെന്നാണ് നിർദ്ദേശം. പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി ഷെഡുകൾ നിർമ്മിക്കുകയും ഏലം കൃഷി നടത്തുകയും ചെയ്തവർക്കെതിരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി ആരംഭിച്ചിരിക്കുന്നത്. രാജകുമാരി വില്ലേജിലെ പൂപ്പാറ പരിധിയിൽ ഉൾപ്പെടുന്ന മുള്ളൻതണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി ഷെഡുകൾ നിർമ്മിക്കുകയും ഏലം കൃഷി നടത്തുകയും ചെയ്തവർക്കെതിരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. സ്ഥലം നേരിട്ട് സന്ദർശിച്ച വില്ലേജ് അധികൃതർ 2 കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം സർക്കാർ ഭൂമിയിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം പാലിക്കാത്ത പക്ഷം നിയമാനുസൃതമായി ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇവിടെ വ്യാപകമായ കയ്യേറ്റം നടന്നതെന്നാണ് കണ്ടെത്തൽ. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതിന് മുൻപ് ഭൂമി കൈവശപ്പെടുത്തി അവകാശവാദം ഉന്നയിക്കുകയെന്നായിരുന്നു ലക്ഷ്യം. കോതമംഗലം പൈങ്ങൂട്ടൂർ സ്വദേശികളും തമിഴ്നാട് സ്വദേശികളുമാണ് റവന്യൂ രേഖകളിൽ പാറപ്പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയ ഭൂമി കയ്യേറിയത്. കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ റവന്യൂ വകുപ്പ് പരിശോധന നടത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും അത് അവഗണിച്ചാണ് വീണ്ടും ഷെഡ് നിർമ്മാണം നടത്തിയത്. കുന്നിൻ ചെരുവിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ചിരുന്ന വലിയ പടുതാക്കുളങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് നേരത്തെ മണ്ണിട്ട് നികത്തിയിരുന്നു. എന്നാൽ അതിനുശേഷവും കയ്യേറ്റക്കാർ വീണ്ടും സ്ഥലത്ത് ഏലച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ഷെഡുകളുടെ നിർമ്മാണം തുടരുകയും ചെയ്യുകയായിരുന്നു. വില്ലേജ് അധികൃതർ നടത്തിയ പരിശോധനയ്ക്കിടെയും സ്ഥലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതായും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുള്ളൻതണ്ടിലെ സർക്കാർ ഭൂമി കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടരുമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. നോട്ടീസിന്റെ കാലാവധി അവസാനിച്ച ശേഷം തുടർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.